കാറ്റത്തെ കിളിക്കൊള്ളി പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുധീഷിനാണെങ്കിൽ ഒരു ഓട്ടം കിട്ടിയിട്ട് സുധീഷാണെങ്കിൽ പോവുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഹരീഷിനെ വിളിച്ചിട്ട് നമ്മൾ സുധീഷ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഹരീഷും നിധിയും അതുപോലെ നമ്മൾ നികേഷും ഇരിക്കുമ്പം നമ്മൾ ഹരീഷ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇവൾ വന്ന് കയറുന്നത് വരെ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് കാര്യം വെച്ചാൽ അവളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചുമ്മാ ഓരോ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ നിധിയാണെങ്കിൽ സമയം നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതുവരെയ്ക്കും സുധീഷിനെ കണ്ടില്ലല്ലോ സുഭാഷ് ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വേറൊന്നും കൊണ്ടല്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നില്ലേ, അപ്പോൾ എന്നിട്ട് ചെറിയൊരു ടെൻഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷും അതുപോലെ തന്നെ നമ്മൾ നികേഷും ആണെങ്കിൽ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നിധി ആണെങ്കിൽ നമ്മൾ സുഭാഷ് അടുത്ത് പറയുന്നുണ്ട്, വേറൊന്നും കൊണ്ടല്ല സുഭാഷ് ഏട്ടാ, ഇപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതല്ലേ, അപ്പം ഞാൻ കാരണം ഈ വീട്ടിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ, അത് സുഭാഷ് ഏട്ടനാണെങ്കിലും അത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മളെ നിധി ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഹരീഷ് ആണെങ്കിലും സുധീഷിനെയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും നിധിയുടെ അച്ഛൻ എനിക്കിട്ടൊരു പണിയൊക്കെ തന്നതിന് ശേഷമാണെങ്കിൽ ഇപ്പം നിധിക്കാണെങ്കിൽ എൻ്റെ അടുത്തൊരു സഹതാപമൊക്കെ തോന്നുന്നു പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അത് സഹതാപമൊന്നും അല്ല സുധീഷ് ഏട്ടാ, അതിപ്പം പ്രേമമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മൾ സുധീഷിനാണെങ്കിൽ ചെറിയ നാണവും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.